കേന്ദ്ര സർക്കാരിനെതിരായ സമരം പിൻവലിച്ച് സിജെപി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനും പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിച്ചതിനും പിന്നാലെയാണ് സിജെപി സമരം പിൻവലിച്ചത്. दिनों में 3 राउंड डिस्कशन सरकार की डेलीगेशन के साथ हमारे हुए हैं। 37 दिनों से जो हमारा जंतर मंतर पर प्रदर्शन चल रहा था, उस प्रदर्शन की 3 मुख्य मांगे थी। धर्मेंद्र प्रधान जी का इस्तीफा, जो भी लीगल केसेस प्रोटेस्टर्स पे, ऑर्गेनाइजर्स पे फाइल किए गए हैं, उन एफआईआर्स को, उन केसेस को विड्रॉ किया जाए और कोई भी फ्यूचर केसेस प्रोटेस्टर्स या ऑर्गेनाइजर्स के साथ के अगेंस्ट ना लिए जाए। और तीसरी डिमांड हमारी थी 1 करोड़ का कॉम्पनसेशन उन परिवारों के लिए जिन्होंने नीट का पेपर लीक होने के बाद अपनों को खो दिया। आज अभी कुछ देर पहले धर्मेंद्र प्रधान जी ने इस्तीफा दे दिया है, जिसका मतलब हमारी पहली मांग, जो इस पूरे प्रोटेस्ट की पहले दिन से मांग थी, 6 जून को जब हम पहली बार जंतर मंतर आए थे, तो धर्मेंद्र प्रधान जी ने इस्तीफा दे दिया है, जिसका मतलब है कि हमारी पहली मांग जो है मान ली गई है। വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, അങ്ങനെ ജെൻസി പ്രക്ഷോഭം പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ സമരം പിൻവലിച്ചിരിക്കുകയാണ് സിജെപി. എന്തായാലും രാജിക്ക് ശേഷം പ്രതിഷേധക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, 35 ദിവസത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുവജന പ്രതിഷേധം അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും തുടർന്നുള്ള 3 ആവശ്യങ്ങളും അംഗീകരിച്ചതോടുകൂടിയാണ് 35 ദിവസം നീണ്ടുനിന്ന സമരം അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയോടെയായിരുന്നു ഘട്ടമെന്നോളം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. തുടർന്നാണ് 3ാം ഘട്ട ചർച്ചയിലേക്ക് JP നദ്ദയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിലാണ് 3 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത്. അതിൽ പ്രധാനമായി ഒന്ന്, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമരത്തിൽ അതിലൊരു പോലീസ് നടപടി ഉണ്ടാകരുത്. തങ്ങൾക്കെതിരെ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. ഭാവിയിൽ നിയമ നടപടികൾ ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകണം. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകിയതോടു കൂടിയാണ് 35 ദിവസം നീണ്ടു നിൽക്കുന്ന യുവജന രോഷം അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ ചട്ടപ്രകാരം കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് 3ാം ഘട്ട ചർച്ചയിൽ അല്ലെങ്കിൽ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ CJP വക്താക്കൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ വെച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു എന്നതാണ് CJP വക്താക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിൽ ജന്തർ മന്ദിർ കൂടിയേക്കുന്ന പ്രതിഷേധക്കാർ വീട്ടിലേക്ക് പിരിഞ്ഞു പോകണമെന്ന് കൂടി CJP വക്താക്കൾ നൽകുന്നുണ്ട്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച അല്ലെങ്കിൽ പാർട്ടികൾക്ക് മുന്നിൽ മുട്ടുകുത്തിയ ഒരു കേന്ദ്ര സർക്കാരിനെ കാണുന്നത്. 12 വർഷത്തിലധികമായി ഇത്തരത്തിലൊരു പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഉണ്ടായിട്ടില്ല. എന്നാൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നീറ്റ് ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നതും ഭരണ സ്ഥിരാ കേന്ദ്രം സ്തംഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിന് പിന്നാലെയാണ് രാജി എന്ന മുറവിളി കൂട്ടുകയും രാജിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യമായി കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി തങ്ങളുടെ രാജി താൻ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടു. എന്തായാലും 35 ദിവസം നീണ്ടുനിന്ന അല്ലെങ്കിൽ സമരം, അതിൽ തന്നെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള സോനം വാചകിന്റെ നിരാഹാര സമരം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ, പോലീസ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം ഉപയോഗിക്കുന്ന സാഹചര്യം,
ലാത്തി കൊണ്ട് ക്രൂരമായി അടിച്ചോടിക്കുന്ന സാഹചര്യം, ഇതെല്ലാം മുന്നിൽ കണ്ട് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അതിൽ അവസാന ഘട്ടമെന്നോളം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. തുടർന്ന് 3 ആവശ്യങ്ങളിൽ CJP ഉറച്ചു നിൽക്കുന്നു. അതിലിപ്പോൾ കേന്ദ്രം അതിൽ കൂടി വഴങ്ങിയിരിക്കുന്നു. തങ്ങളുടെ 3 ആവശ്യങ്ങൾ അംഗീകരിച്ചതായി CJP വക്താക്കൾ അല്പസമയം മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിലൂടെ നൽകുന്നു. എന്തായാലും ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് 1 മാസത്തിനകം വീണ്ടും ചർച്ചയുണ്ടാകും. ഈ ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകും എന്നതാണ്. ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ ഒരു കത്ത്, അല്ലെങ്കിൽ ഇക്കാര്യം മുൻനിർത്തി ഒരു കത്ത് CJP വക്താക്കൾക്ക് നൽകുമെന്നുകൂടി JP നദ്ദ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇതുവരെ കാണാത്ത യുവജന രോക്ഷത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തുന്ന സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്നാലും 35 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ സമരം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനും പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിച്ചതിനും പിന്നാലെയാണ് CJP ഇത്തരത്തിൽ സമരം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.